നമസ്കാരം. മലയാളികൾ ഏവരും ഒരേ മനസ്സിൽ കാത്തിരിക്കുന്ന തിരുവോണ നാളുകൾ എത്തിച്ചേരാൻ അധിക നാളുകളില്ല. ആഘോഷങ്ങളുടെ ഈ വേളയിൽ കുടുംബ ബജറ്റുകൾ തളരാതിരിക്കാനും സാധാരണക്കാരായ ജനങ്ങൾക്ക് സമാധാനത്തോടെ ഓണം ആഘോഷിക്കാനുമായി സംസ്ഥാന സർക്കാർ നിരവധി ആശ്വാസ പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പൊതുവിപണിയിലുണ്ടാകുന്ന അനിയന്ത്രിതമായ വിലക്കയറ്റം തടയുന്നതിനും സാധാരണക്കാരുടെ കുടുംബ ബജറ്റുകൾ സാമ്പത്തിക ബാധ്യതകളില്ലാതെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി ഭക്ഷ്യവകുപ്പും ധനവകുപ്പും സംയുക്തമായി വൻകിട പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന 2026 സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉൾപ്പെടെയുള്ള ഔദ്യോഗിക തീയതികളും അതിനുള്ള തുക വകയിരുത്തലുകളും ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട്. വരുന്ന ഓഗസ്റ്റ് 10 മുതൽ സംസ്ഥാനത്തുടനീളമുള്ള അംഗീകൃത റേഷൻ കടകൾ വഴി അർഹരായ ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യങ്ങൾ നേരിട്ട് ലഭ്യമായി തുടങ്ങും. ഉത്രാട ദിനമായ ഓഗസ്റ്റ് 25 വിതരണം പൂർണ്ണമായും പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ ജനങ്ങൾ കൃത്യസമയങ്ങളിൽ റേഷൻ കടകളിൽ നിന്നുള്ള അറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ തന്നെ തങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്തവണത്തെ സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിനായി സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മാത്രം 56 കോടി രൂപയുടെ സവിശേഷമായ ഫണ്ടാണ് പ്രത്യേകം മാറ്റിവെച്ചിരിക്കുന്നത്. സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മഞ്ഞ റേഷൻ കാർഡ് അഥവാ AY വിഭാഗത്തിൽപ്പെടുന്ന കുടുംബങ്ങൾക്കും സംസ്ഥാനത്തെ സർക്കാർ അംഗീകൃതമായി പ്രവർത്തിക്കുന്ന വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് പൂർണ്ണമായും സൗജന്യമായി ഈ ഓണക്കിറ്റുകൾ ലഭ്യമാകുന്നത്. ഏകദേശം 5,87,930 വരുന്ന മഞ്ഞക്കാർഡുള്ള കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ നേരിട്ടുള്ള പ്രയോജനം പൂർണ്ണ അളവിൽ ലഭിക്കും. നിലവിൽ ലഭ്യമായ ഔദ്യോഗിക അറിയിപ്പുകൾ പ്രകാരം പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യ ഓണക്കിറ്റുകൾ നേരിട്ട് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അവർക്കായി മറ്റ് വിപണി നിയന്ത്രണ പദ്ധതികളും കുറഞ്ഞ നിരക്കിലെ ഭക്ഷ്യധാന്യ വിതരണവും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഓണനാളുകളിൽ പട്ടിണിയില്ലാതെ ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ ഈ കിറ്റ് വിതരണം വലിയൊരു താങ്ങായി മാറും. ഓണസദ്യയുടെ തനിമ ഒട്ടും ചോർന്നു പോകാതെ ഒരുക്കാൻ ആവശ്യമായ 16 അത്യന്താപേക്ഷിത സാധനങ്ങളാണ് ഇത്തവണ വിതരണം ചെയ്യുന്ന സൗജന്യ ഓണക്കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, 250 ഗ്രാം തുവരപ്പരിപ്പ്, 250 ഗ്രാം ചെറുപയർ പരിപ്പ്, 250 ഗ്രാം വൻപയർ, 500 ഗ്രാം കടല, 100 മില്ലി മിൽമ നെയ്യ്, വിപണിയിൽ പ്രിയമുള്ള പ്രത്യേക പായസ മിക്സ്, 250 ഗ്രാം ചായപ്പൊടി, കൂടാതെ കറികൾക്ക് രുചിയാകാൻ 100 ഗ്രാം വീതമുള്ള സാമ്പാർ പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, 1 കിലോ ഉപ്പ്, 1 ബാർ സോപ്പ് എന്നിവയാണ് പ്രധാന ചേരുവകൾ. ഈ സാധനങ്ങളെല്ലാം വളരെ ആകർഷകവും പുനരുപയോഗിക്കാൻ സാധിക്കുന്നതുമായ ഒരു പരിസ്ഥിതി സൗഹൃദ തുണിസഞ്ചിയിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്ന ഈ സമയത്ത് അടുക്കള ചെലവുകളിൽ വലിയൊരു ആശ്വാസം കണ്ടെത്താൻ സാധാരണ കുടുംബങ്ങൾക്ക് ഈ വിപുലമായ ഭക്ഷ്യവിഹിതം വഴി സാധിക്കുമെന്നതിൽ സംശയമില്ല. സൗജന്യ ഓണക്കിറ്റുകൾക്ക് പുറമെ പൗരന്മാരുടെ പ്രതിമാസ റേഷൻ ആനുകൂല്യങ്ങൾ യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കൃത്യസമയത്ത് ലഭ്യമാക്കാനുള്ള ബൃഹത്തായ ക്രമീകരണങ്ങളും ഭക്ഷ്യവകുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് പ്രതിമാസം ലഭിക്കേണ്ട 28 കിലോ അരിയും 7 കിലോ ഗോതമ്പും അടങ്ങുന്ന 35 കിലോ സൗജന്യ ഭക്ഷ്യധാന്യ വിഹിതം പൂർണ്ണമായും ലഭിക്കും. അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പിങ്ക് കാർഡ് ഉടമകൾക്ക് കുടുംബത്തിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും വീതം ആകെ 5 കിലോ സൗജന്യമായി വിതരണം ചെയ്യുന്നത് തുടരും. ഇനി മുൻഗണനേതര വിഭാഗങ്ങളായ നീല, വെള്ള കാർഡുടമകൾക്ക് ഈ ഓണക്കാലത്ത് പ്രത്യേക സഹായം ഉറപ്പാക്കുന്നതിനായി കിലോയ്ക്ക് കേവലം 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ സ്പെഷ്യൽ അരി വീതം നൽകാനുള്ള പദ്ധതിക്കും രൂപം നൽകിയിട്ടുണ്ട്. പൊതുവിപണിയിൽ ധാന്യങ്ങൾക്ക് വില വർദ്ധിക്കുന്നത് തടയാനും കൃത്രിമക്ഷാമം ഒഴിവാക്കാനും റേഷൻ കട വഴിയുള്ള ഈ ഇടപെടൽ സഹായിക്കും. പൊതുവിപണിയിൽ ഉണ്ടാകുന്ന അനാവശ്യ വിലക്കയറ്റം തടഞ്ഞു നിർത്താനും വിപണിയെ ശക്തമായി ഇടപെട്ട് നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് ധനവകുപ്പ് 200 കോടി രൂപ സപ്ലൈകോയ്ക്കായി പ്രത്യേകമായി അനുവദിച്ചിട്ടുണ്ട്. ഈ തുക വിനിയോഗിച്ച് സംസ്ഥാനത്തുടനീളം വിപുലമായ സപ്ലൈകോ ഓണച്ചന്തകൾ ഓഗസ്റ്റ് 18 മുതൽ സജീവമായി പ്രവർത്തനം ആരംഭിക്കും. മഞ്ഞ, പിങ്ക്, നീല, വെള്ള തുടങ്ങി എല്ലാത്തരം റേഷൻ കാർഡ് ഉടമകൾക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്ന രീതിയിൽ പൊതുവിപണി വിലയേക്കാൾ 20% മുതൽ 35% വരെ കുറഞ്ഞ നിരക്കിലാണ് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സാധനങ്ങൾ ലഭ്യമാകുന്നത്. ഇതുകൂടാതെ ഇത്തവണ എല്ലാ സാമ്പത്തിക വിഭാഗത്തിലും പെട്ട ആളുകൾക്കായി വ്യത്യസ്ത ബജറ്റുകളിൽ 3 തരത്തിലുള്ള പ്രത്യേക പാക്കേജുകളും ലഭ്യമാണ്. 280 മുതൽ 300 രൂപ വരെ വിലമതിക്കുന്ന ബജറ്റ് കിറ്റ്, 500 രൂപയുടെ മീഡിയം കിറ്റ്, കൂടാതെ 1000 രൂപയുടെ പ്രീമിയം കിറ്റ് എന്നിവയാണ് സപ്ലൈകോ ചന്തകൾ വഴി വാങ്ങാൻ സാധിക്കുക. റേഷൻ ആനുകൂല്യങ്ങൾക്കും വിപണി സബ്സിഡികൾക്കും പുറമെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തിനും സർക്കാർ ജീവനക്കാർക്കും ക്ഷേമ പെൻഷൻകാർക്കും വലിയ ഉണർവ് നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് വന്നിട്ടുള്ളത്. ഇത്തവണത്തെ ജനപ്രിയ ഓണം ബെമ്പർ ലോട്ടറിയുടെ ടിക്കറ്റ് നിരക്കിൽ യാതൊരു വർധനവും വരുത്തിയിട്ടില്ലെങ്കിലും ഓണം സമ്മാനത്തുകയിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ആശ്വാസമായി ഉത്സവ ബത്ത, ഓണം ബോണസ് എന്നിവ കൃത്യസമയത്ത് വിതരണം ചെയ്യും. ദീർഘനാളായി കുടിശ്ശികയായി കിടക്കുന്ന ക്ഷാമ ബത്ത, DR, ഗഡുക്കൾ വരും മാസങ്ങളിൽ ജീവനക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകുമെന്ന ഉറപ്പും ധനവകുപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് റേഷൻ കടകളിൽ നിന്നും സപ്ലൈകോ കേന്ദ്രങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങൾ വാങ്ങാൻ പോകുന്നവർ റേഷൻ കാർഡും ആവശ്യമായ രേഖകളും കൈവശം കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
തിരക്കൊഴിവാക്കാനായി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും ഓഗസ്റ്റ് 25-ന് മുൻപായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുകയും ചെയ്യുക. ഈ ഉപകാരപ്രദമായ വിവരങ്ങൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങൾ വേഗത്തിൽ അറിയാൻ നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പേജ് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം. Please subscribe our channel.